ഹലോ. ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വളരെ വളരെ കാലമായിട്ട് ആലോചിക്കുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വളരെ കാലമായി ആലോചിക്കുന്നു. പലതവണ ഞാൻ ചില വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്തു, പക്ഷേ ഞാൻ അത് അപ്ലോഡ് ചെയ്തില്ല. കാരണം ഒന്ന്, അത് എങ്ങനെ ആൾക്കാർ അത് എടുക്കും, എനിക്കത് ശരിക്കും കൺവേ ചെയ്യാൻ പറ്റിയോ, അത് അവർക്ക് യൂസ്ഫുൾ ആണോ, എൻ്റെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഞാൻ മാസ്റ്റർ ചെയ്യണം ഫസ്റ്റ്, അല്ലേ? അപ്പോൾ അങ്ങനെ മാസ്റ്റർ ഞാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരുന്നു. നോർമലി ഒരു ട്രേഡറിന്റെ ഒരു ജേർണി കാണുമല്ലോ, അവര് ട്രേഡിംഗ് സ്റ്റൈലെല്ലാം പഠിച്ചു വരുന്നു, അവര് അതെല്ലാം ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ ചെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആയിരിക്കും, ചിലപ്പോൾ അത് ഫെയിലുവർ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ ട്രേഡിംഗ് മെത്തഡോളജിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട്സോ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പിന്നെ അധികം ഇനിഷ്യേറ്റ് ചെയ്യാതിരുന്നത്. പിന്നീട് അത് മാത്രമല്ല, എനിക്ക് മറ്റ് പല കാര്യങ്ങളിലും ഞാനത് എൻഗേജ്ഡ് ആവുകയായിരുന്നു. ഒരുപാട് എൻ്റെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഒത്തിരി ബിസി ആയിരുന്നു, ഒത്തിരി തിരക്കായിരുന്നു. ഇപ്പോഴും തിരക്കാണ്, ഇപ്പോഴും ശരിക്കും തിരക്കാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഈ ഒരു ആഗ്രഹത്തിനെ ഇനിയും സപ്രസ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ബേസിക്കലി ഈ ചാനലിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മോട്ടോ എന്ന് വെച്ചാൽ എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഒരു 5, 6 അല്ലെങ്കിൽ 7, 8 വർഷങ്ങൾക്ക് മുൻപ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു കണ്ടന്റ്സ് അവൈലബിൾ അല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ യൂട്യൂബിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ട്രേഡിംഗ് അഡ്വൈസറീസ്, ട്രേഡിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഉണ്ട്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ ഫ്രീ ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ തോട്ട്സ് ആണ്. ഞാൻ ഒരു വലിയൊരു ട്രേഡർ ഒന്നുമല്ല, വളരെ ചെറിയൊരു ട്രേഡർ ആണ്. ഞാൻ കൂടുതലായിട്ടും ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈയിങ് ഞാൻ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്ര സക്സസ്ഫുൾ അല്ല ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിൽ. ഓപ്ഷൻ സെല്ലിംഗ് ആണ്. എൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ BCom കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് MBA എടുത്തു. MBA ഫിനാൻസ് മാർക്കറ്റിംഗിലാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഞാനൊരു അറൌണ്ട് ഒരു 12 ഇയേഴ്സോളം ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കമ്പനിയിൽ, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫയലിങ്സ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു MNC കമ്പനിയാണ്. പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കുറച്ച് സെക്യൂരിറ്റി കൺസേൺസ് ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യാത്തത്. അപ്പോൾ അവര് ബേസിക്കലി ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അനാലിസിസ് എല്ലാം ചെയ്തിട്ട് അവര് അപ്ലോഡ് ചെയ്ത് വേറൊരു രാജ്യത്തെ ഫയലിങ്സിന് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രേഡിങ്ങുമായിട്ട് റിലേറ്റഡ് ഒന്നും അല്ല, പക്ഷേ ഫിനാൻഷ്യൽ നോളജും ഫിനാൻഷ്യൽ ടോപ്പിക്സുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ജോലി ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇപ്പോഴും പെർസ്യൂ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ഈ ട്രേഡിങ്ങിനോടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ ഫ്ലെയർ ഞാനൊരു +2 ലെവലിൽ ഉള്ള സമയം മുതൽ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ട്രേഡിങ്ങുമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് എക്സ്പീരിയൻസ് ആവുന്നത്, ട്രേഡിംഗ് മീൻസ് ട്രേഡിംഗ് പ്ലസ് ഇൻവെസ്റ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ട്രേഡിംഗ് ഈസ് അബ്സല്യൂട്ട്ലി എ ഡിഫറെന്റ് ടേം, ഇൻവെസ്റ്റിംഗ് ഈസ് ഡിഫറെന്റ് ടേം, ബട്ട് എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തൊരു ട്രേഡിംഗ് എന്ന് പറയുവാണ്. ഇപ്പൊ ട്രേഡിംഗ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പോസ്ഡ് ആവുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ എനിക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങി തന്നപ്പോഴാണ്. അതായത് എനിക്കല്ല, അച്ഛനൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങി, പക്ഷെ ട്രേഡ് ചെയ്യുന്നത് ഞാനാണ്. അതിൽ വളരെ ചെറിയൊരു ക്യാപിറ്റൽ 5000 6000 രൂപ ഒക്കെ വെച്ചൊരു ക്യാപിറ്റൽ വെച്ചാണ് ഞാൻ അന്ന് തുടങ്ങുന്നത്. ക്യാഷ് മാർക്കറ്റിൽ മാത്രമായിട്ടായിരുന്നു ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ICICI ഡയറക്റ്റ് എന്നുള്ള ബ്രോക്കറിന്റെ കീഴിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഓൺലൈൻ ബ്രോക്കിങ്ങിൽ ICICI ഡയറക്റ്റ് ആയിരുന്നു ഏറ്റവും വലിയ ടോപ്പ് ആയിട്ടുള്ള ബ്രോക്കിംഗ് ഫേം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറൗണ്ട് ഞാൻ പറയും ഒരു 15-16 വർഷത്തിന് മുകളിലാവുമ്പോൾ എനിക്ക് തോന്നുന്നു. 17-18 വർഷത്തിനൊക്കെ മുകളിലാവും ആ ഒരു പീരീഡ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു 16-17 വർഷം ആ ഒരു പീരീഡ് ബാക്കിലോട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഇത്രയും കണ്ടന്റ് അവൈലബിൾ അല്ല യൂട്യൂബിൽ. അതിനുശേഷം ഒത്തിരി കണ്ടന്റ്സ് വന്നു. ഇപ്പൊ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ട്രേഡിംഗ് അഡ്വൈസസ് ആണ് യൂട്യൂബിനകത്ത് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ രീതിയിലുള്ള ഒരു അഡ്വൈസോ ഒരു സ്ട്രാറ്റജി ബിൽഡിങ്ങോ ഒക്കെ തന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ പറയുന്ന സ്ട്രാറ്റജീസ് മേ ബി നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്തോരം പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെയും സ്റ്റൈൽ അനുസരിച്ചും
അതുപോലെ ഓരോരുത്തരുടെയും സമയമനുസരിച്ച് അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് അനുസരിച്ച് ഒക്കെ മെച്യൂരിറ്റി ഒക്കെ അനുസരിച്ചൊക്കെ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ആണ്. ഒരാൾ തന്നെ അതുപോലെ തന്നെ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ശരിയാവണം എന്നില്ല. അങ്ങനെ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ ട്രേഡിംഗ് തോട്ട്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓരോ ദിവസവും എനിക്ക് ട്രേഡിങ്ങിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒത്തിരി മണി അതിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയൊരു അവന്യൂ ആണ്. എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവിടെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത് അതിൽ നിന്നുള്ള ലേണിങ്സ് ആണ്. ലേണിങ്സ് പ്ലസ് റവന്യൂ ഡെഫിനറ്റ്ലി വേണം. റവന്യൂ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. പക്ഷെ മണി എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ കാണുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. ഒരാൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മണിയുടെ വാല്യൂ കമ്പാരിറ്റീവ്ലി ലെസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് ഒരാൾക്ക് എന്തോരം പൈസ വേണം എന്നുള്ളത് ഡിപ്പെൻഡബിൾ ആണ്. ഇപ്പൊ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് ഒരു മാസം ഒരു 40,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ലാവിഷായിട്ട് ജീവിക്കാനുള്ള, എനിക്കും എന്റെ ഫാമിലിക്കും ലാവിഷായിട്ട് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു എമൗണ്ട് ആയി എന്ന് ഞാൻ പറയും. പക്ഷെ അപ്പോഴും 40,000 എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളതേ ആയുള്ളൂ. നോർമലി എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ എന്തോരമാണോ ഒരു മാസം ജനറേറ്റ് ചെയ്യുന്നത് അതിന്റെ പകുതി ഇൻവെസ്റ്റ്മെന്റിലോട്ടും പകുതി നമ്മുടെ എക്സ്പെൻസിലോട്ടും പോകണം. അപ്പൊ ഞാൻ ശരിക്കും ഒരു ഫിനാൻഷ്യലി ഫ്രീ ആയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ 40,000 ആണ് എൻ്റെ മന്ത്ലി ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30,000 ആണ് എൻ്റെ മന്ത്ലി ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ 60,000 എനിക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആവുന്നത്. അപ്പൊ ഈ 30,000 എൻ്റെ എക്സ്പെൻസിലോട്ടും 30,000 എൻ്റെ ഇൻവെസ്റ്റ്മെന്റിലോട്ടും പോകും. അങ്ങനെ പോകുമ്പോൾ നോർമലി ഒരു 10% റിട്ടേൺ എന്നുള്ള രീതി വെച്ച് നോക്കിയാൽ പോലും ഒരു 7-8 വർഷം കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എൻ്റെ ഇന്നത്തെ എക്സ്പെൻസിനെ കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളമായിട്ട് വളരും. അപ്പൊ അത്ര എക്സ്പോണൻഷ്യൽ ആയിട്ട് കോമ്പൗണ്ടിങ് ഒക്കെ അതിനകത്ത് സംഭവിക്കും. അതിനെപ്പറ്റി ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൈക്കോളജി. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് ഉള്ളൊരു ജേർണിയിലാണ് ഞാൻ. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി വൈഡർ ആയിട്ടുള്ള ടേമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാനായിട്ട് പല ആഗ്രഹങ്ങൾ കാണും. ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സമയമുണ്ടായിരിക്കണം, അതുപോലെ തന്നെ പൈസ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. സമയം മാത്രം പോരാ, പൈസയും നമുക്ക് വേണം. ആ പൈസ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ബേസിക്കലി നമ്മൾ വിളിക്കുന്നത്. സമയം ഉണ്ട്, നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ചിലവാക്കാനായിട്ട് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെന്ന് നമുക്ക് സംസാരിക്കാൻ ആയിട്ട് പറ്റില്ല. ചിലർക്ക് പൈസ കാണുമായിരിക്കും, അതിനുള്ള സമയം കാണത്തില്ല. അതും ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല. കാരണം അയാളുടെ മനസ്സിൽ ആഗ്രഹമുള്ള ഒരു കാര്യം ഒന്നാണ്, പക്ഷേ അയാൾക്ക് അത് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും ഉണ്ട്. പക്ഷെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അയാളുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അയാളും അവിടെ ഒരു ഫുള്ളി ഫിനാൻഷ്യലി ഫ്രീ ആണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അപ്പൊ ഇത് രണ്ടും വേണം, എന്നാൽ മാത്രമേ ഫിനാൻഷ്യലി ഒരാൾ ഫ്രീ ആണെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് എനിക്ക് മാത്രമല്ല, ഈ ഇന്ത്യയിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ശരിക്കും വേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും നമ്മുടെ ഡ്രീംസിന്റെ പിറകിൽ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് രാജ്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിലോ ഈ മാനവരാശിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിലോ ശരിക്കും പുതിയ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു ഫുഡ് ചെയിൻ സർക്കിളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെയും അത് സെയിം സൈക്കിൾ തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു പുതിയ അഡീഷൻ അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ അഡീഷൻ ഉണ്ടാവുന്നുണ്ട് കരിയറിലുണ്ട്, എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വാല്യൂ അഡീഷൻ അവിടെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതെല്ലാമാണ് ചാനലിന്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് ബേസിക് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ കൊണ്ടല്ല ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രേഡിങ്ങിലൂടെ തന്നെയാണ്. അപ്പൊ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്റെ തോട്ട്സ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു മീഡിയം ആയിട്ടാണ് ഞാൻ യൂട്യൂബിനെ കാണുന്നത്. ബേസിക്കലി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് എനിക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി തരും. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ പറ്റും. അതിനെ കുറച്ചും കൂടെ എനിക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ ജേർണി ഒരു ലോഗ് പോലെ, ഒരു ജേർണൽ പോലെ എനിക്ക് നാളെ ഒരു 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് എനിക്ക് കാണാനും പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഉദ്ദേശവും ഇതിന്റെ പിറകിലുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചത്. പിന്നെ യൂട്യൂബ് ഡെഫിനറ്റ്ലി അതിൽ നിന്നൊരു റവന്യൂ എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് വളരെ പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഞാൻ നമുക്ക് എൻ്റെ ട്രേഡിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ, ട്രേഡിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10-15 വർഷം പഠിച്ചാലും അതിനകത്തൊരു എക്സ്പേർട്ടായി നമുക്ക് പറയാൻ പറ്റില്ല. അത് എത്ര വർഷം പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്ര പെട്ടെന്ന് ലേണിങ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മാർക്കറ്റ് ഒരു 9 മണി മുതൽ ഒരു 9:15 ഓപ്പൺ ചെയ്യുന്നു, 9:15 മുതൽ ഒരു 9:45 വരെ എങ്ങനെയാണ് ഒരു 30 ദിവസം മൂവ് ചെയ്തിരിക്കുന്നത്, ആ ചാർട്ട് നിങ്ങൾക്ക് അറിയാമോ? അല്ലെങ്കിൽ എത്ര പീരീഡ് ഓഫ് ടൈമാണ് അത് മുകളിലോട്ട് പോയിരിക്കുന്നത്, എത്ര പ്രാവശ്യമാണ് ഈ പറയുന്ന 9 മുതൽ 9:45 വരെ താഴേക്ക് പോയിട്ടുള്ളത്, എത്ര പ്രാവശ്യമാണ് അത് സൈഡ് വേസ് ആയിട്ടിരിക്കുന്നത്, എത്ര പോയിന്റ്സ് ആണ് അതിന് ഉള്ള വോളറ്റിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ നമുക്കൊരു റിയലൈസേഷൻ വരത്തുള്ളൂ. അല്ല നമ്മൾ ഒരു 25-50 വർഷം പഠിച്ചാലും ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു റിയലൈസേഷൻ ഇല്ല, നമുക്കവിടെ ഒരു ലേണിംഗ് ഇല്ല. അപ്പോൾ ഇത് അത് മനസ്സിലാക്കി, ഞാൻ ഒത്തിരി ഹാർഡായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്താണ് മനസ്സിലാക്കിയത്, ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ ചെയ്താണ് മനസ്സിലാക്കിയത് ട്രേഡിങ്ങിൽ. പക്ഷെ എനിക്ക് അങ്ങനെ ഓവറോൾ ആയിട്ട് എനിക്ക് ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. ലോസ് ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പല ട്രേഡുകൾ ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ ട്രേഡിംഗ് എനിക്കൊരു സീറോ സം ഗെയിം അല്ല, എനിക്കത് പ്രോഫിറ്റബിൾ ആണ്. വലിയ രീതിയിലുള്ള പ്രോഫിറ്റബിൾ അല്ല, മാർജിനൽ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആണ് ഇതുവരെ മീൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് വരെ. അതിനുശേഷം ഞാൻ ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിച്ചു, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്തു. ആ രീതിയും പല കാര്യങ്ങളും ഞാൻ ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്തു. ട്രേഡിംഗ് പതിയെ എനിക്ക് റിട്ടേൺ തന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എക്സ്പോണൻഷ്യലി വലിയൊരു ലാർജ് ലെവൽ ഓഫ് രീതിയിൽ വലിയൊരു ലാർജ് ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്ന ആളല്ല ഞാൻ. എൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ലെവൽ എന്ന് പറയുന്നത് ഒരു ലെറ്റ്സ് സേ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 1 lakh ആ റേഞ്ചിലേ ഉള്ളൂ. ഒരു ഓപ്ഷൻ സെല്ലറിന് ഒരിക്കലും വലിയൊരു ക്യാപിറ്റൽ അല്ല, ഒരു തുടക്കക്കാരന്റെ ക്യാപിറ്റൽ മാത്രമാണ്, ഒരു ബിഗിനറിന്റെ ക്യാപിറ്റൽ മാത്രമാണ് 50,000 1 lakh എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ എനിക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ഒരു 25 lakh വരെ എനിക്ക് വേണമെങ്കിൽ അറ്റ് സ്ട്രെച്ച് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം എന്തെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ട്രാറ്റജീസ് മുന്നോട്ട് കൊണ്ടുപോകണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ആഴ്ചയും ഒരു അറൌണ്ട് ഒരു 25,000 അല്ലെങ്കിൽ ഒരു 15,000 വെച്ച് എൻ്റെ ക്യാപിറ്റൽ സ്കെയിലപ്പ് ചെയ്യാനാണ്. ഇപ്പൊ ഞാൻ സ്കെയിലപ്പ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ ഒരു 75,000 റേഞ്ചിലാണ് ഞാനിപ്പോൾ സ്കെയിലപ്പ് ചെയ്തിരിക്കുന്നത്. അത് മേ ബി അടുത്ത ആഴ്ച ആകുമ്പോൾ അതൊരു 1 lakh ആവും, അല്ലെങ്കിൽ ഒരു 85,000 ആ ഒരു റേഞ്ചിലാവും. അങ്ങനെ ആയിരിക്കും അത് സ്കെയിലപ്പ് ആയി പോവുക. ഓരോ ആഴ്ചയും 25 അല്ലെങ്കിൽ 15 ആയിട്ടായിരിക്കും സ്കെയിലപ്പ് ചെയ്ത് പോവുക. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രേഡിംഗിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വരുമാനം മീൻസ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയുള്ള വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. അപ്പോൾ ആ ജേർണി, ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങൾ, ഞാൻ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, മേ ബി ഇത് ശരിയാവാം, അത് തെറ്റാവാം. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ എന്ത് റിസർച്ചാണ് അവിടെ ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലാണ് എൻ്റെ മാർഗം മുന്നോട്ട് പോകുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാര്യങ്ങളിൽ ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളിൽ എനിക്ക് ചില എഡ്ജ് ഉണ്ട്, എൻ്റെ സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങൾ, അത് ഞാൻ ഫുള്ളി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ സ്ട്രാറ്റജി മറ്റേ ആൾക്ക് വർക്ക് ആവണം എന്നില്ല. അത് മാത്രമല്ല, നമ്മളൊരു സ്ട്രാറ്റജിയെ റിവീൽ ചെയ്താൽ അത് മാർക്കറ്റിൽ പലരും യൂസ് ചെയ്യാത്ത ഒന്നാണ്. നമ്മളത് റിവീൽ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എഡ്ജ് നഷ്ടപ്പെടും. ആ സ്ട്രാറ്റജി നമ്മൾ പലപ്പോഴായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിച്ച് എടുത്ത് ഒത്തിരി ഡേറ്റ മൈനിങ് ഒക്കെ ചെയ്ത് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അപ്പൊ അത് ഞാൻ അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ എക്സാക്ട്ലി ചെയ്യുന്ന എൻ്റെ സ്ട്രാറ്റജീസ് റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ എൻ്റെ തോട്ട്സ്, എൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തോട്ട്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സംസാരിക്കുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഡെബിറ്റ് സ്പ്രെഡും ക്രെഡിറ്റ് സ്പ്രെഡും ഒക്കെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബേസിക്കലി നമ്മളത് ക്രെഡിറ്റ് സ്പ്രെഡ് ചെയ്താലാണോ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കൂടുതൽ, അല്ലെങ്കിൽ ഡെബിറ്റ് സ്പ്രെഡ് ചെയ്താലാണോ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കൂടുതൽ? അത് മാത്രമല്ല, ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മളത് ഡെബിറ്റ് സ്പ്രെഡ് ചെയ്ത് എന്ത് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്താലാണ് അത് വർക്കബിൾ ആവുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്പ്രെഡ് ചെയ്ത് എന്ത് സ്ട്രാറ്റജീസ് വർക്ക് ഔട്ട് ചെയ്താലാണ് അത് വർക്കബിൾ ആവുന്നത്? ഇങ്ങനെ കുറെ ലിസ്റ്റ് ഞാൻ ആൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡൗട്ട്സ്, പ്രശ്നങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ വരുന്ന പല തോട്ട്സ് ആണ്. അപ്പൊ ആ തോട്ട്സിനുള്ള ആൻസേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ ട്രേഡിങ് അത്രയും ഈസിയായി. അപ്പൊ അതാണ് ബേസിക്കലി ആ ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലേണിംഗ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
നമുക്ക് ഒരു 9:30 മുതൽ 11 മണി വരെ മാർക്കറ്റിന്റെ മൂവ്മെന്റും സ്ട്രക്ചറും ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ പ്രോബബിലിറ്റി മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. മാർക്കറ്റ് ഈ 9:30 മുതൽ ഒരു 11 വരെയുള്ള സമയത്തിനകത്ത് ഹൈ ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഹൈ ബ്രേക്ക് ചെയ്താൽ അത് എന്തോരം പോയിന്റ് ആണ് മൂവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ അതൊരു 20 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു 40 പോയിന്റ്സ് മൂവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എല്ലാ സമയവും വർക്കാവണമെന്നില്ല, പക്ഷെ എങ്കിലും ഒരു മാസത്തെ പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ 2 മാസത്തെ പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാമോ? ആ രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഇൻസൈറ്റ് വളരെ വലുതാണ്. ആ ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, മാർക്കറ്റ് ഒരു 70% ചാൻസിൽ ഒരു 40 പോയിന്റ്സ് എങ്കിലും അറ്റൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തോരം റിവാർഡ് അതിനകത്ത് എടുക്കാൻ പറ്റണം, എനിക്ക് എന്തോരം റിസ്ക് അതിനകത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ പ്ലാനിങ്ങിന്റെ ബേസിൽ ആണ് പിന്നെ ബാക്കിയുള്ള എല്ലാ സ്ട്രാറ്റജീസും വരുന്നത്. ക്രെഡിറ്റ് സ്പ്രെഡ് യൂസ് ചെയ്യണോ, ഡെബിറ്റ് സ്പ്രെഡ് യൂസ് ചെയ്യണോ, ഇനി ഫ്യൂച്ചറിലോട്ട് പോകണോ, അതോ വേണ്ട ഇനി ഓപ്ഷൻസിൽ തന്നെ നിന്നാൽ മതിയോ, അതല്ല ക്യാഷ് മാർക്കറ്റിൽ നിന്നുള്ള സ്റ്റോക്സ് ബൈ ചെയ്യണോ, ഇതെല്ലാം ഈ പറയുന്ന റിയലൈസേഷനെ ബാക്കപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഞാൻ ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള പലതിനും ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ കിട്ടിയ കാര്യങ്ങളും കിട്ടാത്ത കാര്യങ്ങളും എന്റെ ഡെയിലി ആയിട്ടുള്ള തോട്ട്സും എന്റെ ഡെയിലി ആയിട്ടുള്ള മാർക്കറ്റിനെ പറ്റിയുള്ള കോറായിട്ടുള്ള വ്യൂ അല്ല, എന്റെ ട്രേഡിംഗ് സ്റ്റൈലിലുള്ള ഒരു വ്യൂവും എല്ലാം സംസാരിക്കാനാണ് ഞാൻ ബേസിക്കലി ആഗ്രഹിക്കുന്നത്. ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, വളരെ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ ട്രേഡിങ്ങിനെ ബേസ് ചെയ്ത് തന്നെ ഞാൻ 2 പ്രോജക്ട്സ് എന്റെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ചെയ്തത്. അത് ഹെഡ്ജിങ്ങിനെ പറ്റിയുള്ള ഒരു മെത്തേഡ് കോഴ്സായിരുന്നു ചെയ്തത്. പ്രോജക്റ്റ് വളരെ നല്ലതായിരുന്നു. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത് അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ഞാനത് മനസ്സിലാക്കിയില്ല. പിന്നീട് സബ്മിറ്റ് ചെയ്ത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ഞാൻ ആ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റിനകത്ത് ചെറിയ മിസ്റ്റേക്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം. അതെല്ലാം നമുക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറെ നാരോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മേബി ഈ യൂട്യൂബിനകത്ത് നമുക്ക് കിട്ടണമെന്നില്ല, അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കാനും എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ തുടങ്ങാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അധികം നിങ്ങളെ ഇനി ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. ട്രേഡിംഗ് ഇഷ്ടപ്പെടുന്ന, ട്രേഡിങ് ഒരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒത്തിരി നിയറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഒത്തിരി കാലം മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ട്രേഡിംഗ് ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെലിഗിയർ എന്നുള്ളൊരു ട്രേഡിംഗ് ഫേമിൽ ഞാൻ കുറെ കാലം ഒരു റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. കുറെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം, കറക്റ്റ് ഒരു വർഷം ഒരു റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബേസിക്കലി ഞാൻ കമ്മോഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ഓപ്ഷൻസിലുള്ള റൈറ്റിംഗ് ആണ്, എസ്പെഷ്യലി ഇൻഡെക്സ് ഓപ്ഷൻസിലുള്ള റൈറ്റിംഗ് ആണ്. ഓരോ ഡേയിലുമുള്ള എക്സ്പയറി ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസിനുള്ള റൈറ്റിംഗ് ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് മിക്കവാറും ഉള്ള ട്രേഡേഴ്സ് എല്ലാം ചെയ്യുന്നത് പോലെ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ഓപ്ഷൻ റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറയൂ. ഞാനത് ഡെഫിനറ്റ്ലി എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അത് മാത്രമല്ല, ഞാനൊരു വലിയ ട്രേഡറാണ് എന്നുള്ള രീതിയിലൊന്നുമല്ല പറയുന്നത്. കുറെ കാര്യങ്ങൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്തതുകൊണ്ട്, ഇതിനെ ഫോളോ ചെയ്തതുകൊണ്ട്, ഞാൻ പഠിച്ചത് ഈ സ്ട്രീം ആയതുകൊണ്ട് ഒക്കെ എനിക്കത് കുറച്ച് ആധികാരികമായി പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷെ എങ്കിലും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടും ഒരു സ്കില്ലുമാണ്. ആ സ്കില്ലിന് നിങ്ങൾ പഠിച്ചത് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ തിയറിയും പ്രാക്ടിക്കലും 2 രീതിയിലായിരിക്കും ചിലപ്പോൾ നടക്കുക ട്രേഡിങ്ങിൽ. നമുക്കത് ശരിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും. നമ്മുടെ തിയറി ബേസ്ഡ് ആയിട്ട് തന്നെ എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആവാം, അല്ലെങ്കിൽ ചാർട്ട് ആവാം. ഞാൻ ബേസിക്കലി ഇതിലൊന്നും നോക്കാറില്ല, കാരണം ഞാൻ പണ്ട് സ്റ്റാർട്ടിങ് സമയത്ത് ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു, എല്ലാ ട്രേഡറിനെയും പോലെ. പക്ഷെ ഇതൊന്നും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ക്യാൻഡിൽ സ്റ്റിക്കും ചാർട്ടും എല്ലാം വർക്കൗട്ട് ആവുന്ന ആൾക്കാർ കാണും, അവർക്ക് അവരുടേതായ സ്റ്റൈലിൽ ഇത് വർക്കൗട്ട് ആവും. പക്ഷെ എനിക്കിതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ യൂഷ്വലി പ്രൈസ് ആക്ഷനും പിന്നീട് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള പ്രോബബിലിറ്റിയും മാത്തമെറ്റിക്കലായിട്ട് ട്രേഡിങ്ങിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. പിന്നെ എല്ലാ ട്രേഡിംഗ് പ്ലാൻസിലുള്ളതുപോലെ തന്നെ ഞാൻ എൻ്റെ റിസ്ക് റിവാർഡ് ഇതെല്ലാം മാനേജ് ചെയ്യാറുണ്ട്. ആ രീതിയിൽ തന്നെയുള്ള എല്ലാ മണി മാനേജ്മെന്റ് ടെക്നിക്സും മെത്തേഡ്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്ത് ഞാൻ എൻ്റെ
ക്യാപിറ്റലിനെ പതിയെ സ്കെയിലപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് എൻ്റെ നോർമൽ സ്ട്രാറ്റജി. ഞാൻ ആ രീതിയിലുള്ള സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 1.5 വർഷം മുന്നീട് ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കൊച്ചു വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കാൻ പറയുന്നതാണ്. ആ സമയത്ത് നമുക്ക് അവിടെ ശരിക്കും ടൈം വാല്യൂ എന്ന് പറയുന്നത് DK വളരെ നല്ല രീതിയിൽ ഒരു ഓപ്ഷൻ റൈറ്ററിന് കിട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു വർഷം 1.5 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് എൻ്റെ സ്ട്രാറ്റജീസ് വർക്കിംഗ് ആയിരുന്നു. ഒരു ദിവസം ഒരു അറൌണ്ട് 25,000-35,000 ഒക്കെ അടുപ്പിച്ച് ഞാൻ പ്രോഫിറ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ ലോസ് കണ്ടിട്ടുള്ള സമയവും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു 70% ഓഫ് ടൈമിൽ എൻ്റെ ഈ സ്ട്രാറ്റജീസ് വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് എനിക്ക് ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ മാർക്കറ്റ് ഒരു സൈക്ലിക്കൽ ആണ് എന്നുള്ള കാര്യം ഞാൻ മറന്നു. എല്ലാ കാലവും ഈ പറയുന്ന സ്ട്രാറ്റജീസ് വർക്കൗട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഈ സ്ട്രാറ്റജീസ് എനിക്ക് അറിയാമായിരുന്ന സ്ട്രാറ്റജീസ് ഒത്തിരി ആൾക്കാർക്ക് പല യൂട്യൂബേഴ്സ് വഴി റിലീവ് ആവുകയും റീറ്റെയിലേഴ്സിലോട്ട് ഇത് ഒത്തിരി എത്തുകയും ചെയ്ത സമയത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ആയിട്ടുള്ള ഫണ്ട് ഹൗസസ് മനസ്സിലാക്കി ഈ രീതിയിലൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ അതിനകത്ത് W രീതിയിലുള്ള മൂവ്മെന്റ്സും V ഷേപ്പിലുള്ള മൂവ്മെന്റ്സും ഒക്കെ മാർക്കറ്റിൽ വരുത്താൻ തുടങ്ങി. അപ്പൊ അതോടുകൂടി എന്റെ സ്ട്രാറ്റജീസിന്റെ പ്രോബബിലിറ്റി വിന്നിങ് കുറഞ്ഞു, അതുപോലെ തന്നെ റിട്ടേൺ ചാൻസസും കുറഞ്ഞു. മാത്രമല്ല മുമ്പ് നമുക്ക് ട്രേഡ് 1 വർഷം 1.5 വർഷം മുന്നേ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, എസ്പെഷ്യലി ഓപ്ഷനിൽ റൈറ്റ് ചെയ്യുന്നവർക്ക് അറിയാം, അതിന് നമുക്ക് പ്രീമിയം ഒരുപാട് പ്രീമിയം ഉണ്ടായിരുന്നു. നമ്മൾ നിഫ്റ്റി റൈറ്റ് ചെയ്താലും ഒക്കെ പ്രീമിയം ഒത്തിരി വലുതായിരുന്നു. വിക്സ് വളരെ കൂടുതലായിരുന്നു, IV വളരെ കൂടുതലായിരുന്നു, ഇതെല്ലാം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീമിയം വളരെ ഹൈ ആയിരുന്നു. ഓപ്ഷൻ റൈറ്ററിന് പ്രീമിയം കളക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനുശേഷം മാർക്കറ്റ് അതിന്റെ ഫേസസ് ചേഞ്ച് ചെയ്തു. മാർക്കറ്റ് പ്ലേയേഴ്സ് ആ രീതിയിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി, ഓപ്പറേറ്റേഴ്സ് ആ രീതിയിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്ലേയിങ് മാറ്റി. ഒരു കാര്യം സത്യമാണ്, ഈ മാർക്കറ്റിൽ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണമെന്നില്ല. മാർക്കറ്റ് അതിന്റെ ബിഹേവിയർ സൈക്ലിക്കലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സൈക്ലിക്കലായിട്ട് അതിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ചേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റ് ആണ്. നിങ്ങൾക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനും പറ്റും. ആ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കാലത്തോളം പറ്റുന്നുവോ നിങ്ങൾക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. 100% പോസിബിൾ എന്നല്ല ഞാൻ പറയുന്നത്, സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനും പോസിബിൾ ആണ്. ഞാൻ അധികം നീട്ടുന്നില്ല, ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതൊരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ ഇതിപ്പോൾ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ട് ഇനി അധിക പ്രസംഗം നടത്തുന്നില്ല, ഞാൻ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ തോട്ട്സും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി വരുന്ന ട്രേഡേഴ്സിന്, ബിഗിനറായിട്ടുള്ള ട്രേഡേഴ്സിന് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിഗിനേഴ്സ് മാത്രമല്ല, ബിഗിനറായി കുറച്ച് ഓപ്ഷൻ റൈറ്റിംഗ് ഒക്കെ ചെയ്ത് പക്ഷെ ഒന്ന് കൈയൊക്കെ പൊള്ളിയൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെ ഒന്ന് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്. ഞാനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ആണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ ആ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് പുറത്ത് വന്നൊരു സ്ട്രാറ്റജി എല്ലാം സെറ്റ് ചെയ്ത് അത് ഒരു വിന്നിങ് സ്റ്റേജിലാണ് ഇപ്പോൾ കറന്റ്. പക്ഷെ ആ സ്ട്രാറ്റജി ഞാൻ സ്കെയിലപ്പ് ചെയ്തിട്ടില്ല, ഞാൻ പതിയെ സ്കെയിലപ്പ് ചെയ്യുവാണ്. സ്കെയിലപ്പ് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ മിസ്റ്റേക്സുകൾ എന്താണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, പുതിയ തോട്ട്സ് പ്രോസസ്സ് എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്, അത് ശരിക്കും ഒരു ലേണിംഗ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പല കാര്യങ്ങളും എങ്ങനെ ക്യാപ്ചർ ചെയ്യാം, എന്തൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് മാർക്കറ്റിനകത്തുണ്ട്, ഇതെല്ലാം നമുക്കൊരു ചിറ്റ്ചാറ്റ് പോലെ സംസാരിച്ചുകൊണ്ട് പോകാമല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഡെഫിനറ്റ്ലി അത് എന്നെയും നിങ്ങളെയും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങളുടെ സംശയവും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അഡ്വൈസസുകളും എനിക്ക് തരിക. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.